ഹലോ ഗൈസ്, അപ്പോൾ ഞായറാഴ്ച ഒരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ള ഒരു അണ്ണൻ്റെ വണ്ടിയാണിത്. ടയർ പഞ്ചറായി പോയി. അപ്പോൾ നമ്മൾ ടയറൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ടയർ ഇളക്കി എടുത്തതിന് ശേഷം പഞ്ചർ ഒട്ടിക്കാനായിട്ട് കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടയിലെത്തി. അപ്പോൾ നമ്മൾ പഞ്ചർ ഒട്ടിക്കാൻ മാത്രമല്ല, ടയറും കൂടി മാറുന്നുണ്ട്. ടയർ ഒരുവിധം തേഞ്ഞൊരു പരുവായിട്ടുണ്ട്. അങ്ങനെ പുള്ളി ട്യൂബിൽ പഞ്ചറെല്ലാം കറക്റ്റ് ചെയ്തിട്ട് പുതിയ ടയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് എയറെല്ലാം ഫില്ല് ചെയ്തിട്ട് നേരെ വണ്ടിയിൽ കൊണ്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് ടയർ മാറി അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് കണ്ടത് അനിയത്തി ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്, പോച്ചയെല്ലാം ചെത്തി. ഈ ഒരു ഏരിയ എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെത്തി വൃത്തിയാക്കട്ടെ. അങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് ആ പോച്ച മൊത്തം ചെത്തി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലോട്ട് പോകാം. അങ്ങനെ വീടിൻ്റെ അടുത്ത സൈഡിൽ പോച്ച എത്താനായിട്ട് അടുത്ത ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. മഴ കാരണമാണ് ഫുള്ള് പോച്ച കയറി കിടക്കുന്നത്. വൃത്തിയാക്കിയാലും വല്ല പാമ്പോ പഴുതാരയോ കയറിയിരിക്കും. അങ്ങനെ വീട് വൃത്തിയാക്കലും പരിപാടിയും കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടി മയ്യനാട് വരെ ഒന്ന് പോവാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഞങ്ങൾ പോകുന്നത് TKM കോളേജിൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ നമുക്കൊരു ഫ്രെയിമും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അങ്ങനെ കടയിലെത്തി നമുക്ക് ഫ്രെയിം ചെയ്യാനായിട്ടുള്ള ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്രെയിം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ A4 സൈസിലാണ് നമുക്ക് ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രെയിം സെറ്റ് ആക്കട്ടെ. അങ്ങനെ നമുക്ക് ഫ്രെയിമും കാര്യങ്ങളും സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. നേരെ ഇനി മയ്യനാട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മയ്യനാട് പോകാനായിട്ട് ഊടുവഴി പിടിച്ചത് റെയിൽവേ ഗേറ്റ് ക്ലോസ് ആയിട്ടുണ്ട്, പണി പാളി. അങ്ങനെ നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങൾ മറികടന്ന് നേരായ വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ ഉമയനല്ലൂർ വഴി പെട്ടെന്ന് ചെല്ലാം. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വേറെങ്ങുമല്ല, ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് വന്നത്. എൻ്റെ അനിയത്തി ഇതുകൊണ്ട് തുള്ളിച്ചാടി പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തി അവർക്ക് വേണ്ടി ചെയ്ത വെഡിങ് ആനിവേഴ്സറി ഫ്രെയിമാണ്. അപ്പോൾ രണ്ടുപേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ മയ്യനാട് വന്നിട്ട് ഇവിടെ കയറാതെ പോകുന്നത് മോശമല്ലേ? എൻ്റെ അനിയത്തി അവിടെ ചെന്ന് എന്തൊക്കെയോ പരാതി പറയുന്നുണ്ട്. സ്ഥലം മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.